ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് പോകാം. ലാസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പറഞ്ഞതിൻ്റെ അകത്ത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പറയുന്നത് ഇവിടെയാണ്. അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ പർച്ചേസ് സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ. ഓക്കെ, എങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് നമ്മളൊരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒഫീഷ്യൽ സെറ്റപ്പിൻ്റെ അകത്ത് പർച്ചേസ് ചെയ്യുന്നതിനൊരു രീതിയുണ്ട്. എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യണം, അതിനെന്ത് ഫോമാറ്റ് എന്നൊക്കെയുള്ള ആ കാര്യങ്ങൾ പറയുന്നു. അതിൽ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് കേട്ടോ. നമുക്ക് കൃത്യം ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇൻവെൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എന്താവാം, റോ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, എന്ത് തന്നെ ആയിരുന്നാലും ഇത് സ്റ്റോർ ചെയ്യുന്നതിന് എന്തുണ്ട്, പല ടെക്നിക്കുകളുണ്ട്, പല രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സിനകത്ത് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, കോഡിഫിക്കേഷനൊക്കെ ഈ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക രീതികളാണ്. നോക്കാം. പിന്നെ വെറൈറ്റി റിഡക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല, നോക്കാം. ഓക്കെ, പിന്നെ പറയുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതവിടെ പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു റിസോഴ്സ് മാനേജ്മെൻറ്റ്. എന്താണെന്ന് നോക്കാം. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് മെറ്റീരിയൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ജനറലായിട്ടൊരു ഐഡിയ മനസ്സിലുണ്ടാവട്ടെ. ഈ ഒരു പേപ്പറിൽ ഒരുപാട് ജനറൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ജനറലായിട്ട് എന്താ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാനുള്ള ഒരു കുറച്ച് കണ്ടൻറ് ഉണ്ടാവട്ടെ. നമുക്ക് മെറ്റീരിയൽ എന്താ പറയുന്നത് കൂടെ നോക്കാം. ഇതാ ഈ ഒരു ഫിഗറിൻ്റെ അകത്തുണ്ട് എന്താണ് റിസോഴ്സ് മാനേജ്മെൻറ്റും എന്താണ് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നോക്കിയടാ, റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നു. അതേസമയം വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത സാധനത്തിനെ റീയൂസ് ചെയ്ത് വരുന്നു എന്ന് ഉറപ്പാക്കുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെന്നെത്തുന്നത് നമ്മുടെ റിസോഴ്സസിൻ്റെ ശരിയായ അളവിലുള്ള ഉപയോഗത്തിനാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആകെയുള്ള ഉത്തരം. ഇതിനെ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, മാക്സിമൈസിങ് യൂട്ടിലൈസേഷൻ അത് എങ്ങനെയൊക്കെ ചെയ്യാം, മിനിമൈസിങ് വേസ്റ്റേജ് ഇത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കഥ എഴുതി 20 മാർക്കിന് കൊണ്ട് എത്തിക്കേണ്ട കഴിവ് നമ്മുടേതാണ്. ഒരു ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, ഇപ്പോൾ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ രണ്ടും ചെന്ന് നിൽക്കുന്ന എവിടെയാണ്, ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഒപ്റ്റിമമായിട്ട് ശരിയായ അളവിൽ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. അപ്പോൾ നമ്മൾ കിട്ടിയ റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേസ്റ്റേജ് ഇൻഡയറക്റ്റ്ലി കുറയ്ക്കുകയാണ്. വേസ്റ്റേജ് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഉള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നത് വളരെ കുറയുന്നു, മാക്സിമം ഉപയോഗിക്കുന്നു. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് റിസോഴ്സ് മാനേജ്മെൻറ്റും വേസ്റ്റ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു കഥ പറഞ്ഞിട്ട് വേറൊന്നുമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് റൂൾസ് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ നമ്മൾ വാങ്ങിച്ചു. ഈ മെഷീൻ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്. സെറ്റ് ചെയ്താൽ അത് അതിൻ്റെ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് അതെന്താണ് മിനിമം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതെന്നുള്ളത്. 100 യൂണിറ്റിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ എന്താണ്, അത് സ്റ്റാൻഡേർഡിൻ്റെ താഴെ പോയി, അത് എഫിഷ്യൻസിയിൽ നിന്ന് താഴേക്കാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റാൻഡേർഡൈസേഷൻ. അതിൻ്റെ ബെനിഫിറ്റ്സ് പിന്നെ അവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് ഇൻവെൻട്രി ഐറ്റം ഇൻക്രീസിങ് എഫിഷ്യൻസി. അതായത് 2 പോയിൻ്റ് ഒരുമിച്ച് വന്ന് പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഇൻവെൻട്രി ഐറ്റം ഇൻക്രീസ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കും എന്ന് പറയുന്ന കാര്യം, സ്റ്റാൻഡേർഡുകൾ എന്താണ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണല്ലേ. ഈ പറയുന്നത് വെയിറ്റുകൾ, മെഷർമെൻറ്റ് എല്ലാം ഇപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ഇത്ര എന്നുള്ളത് നമുക്ക് അങ്ങോട്ടിങ്ങോട്ട് ലോകത്തെ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അമേരിക്കയിൽ നിന്നുണ്ടാക്കിയ ഒരു മിഷനാണെങ്കിൽ അയാൾ പറയും ഇത് 100 kg ഔട്ട്പുട്ട് തരുമെന്ന് പറഞ്ഞാൽ അത് ആ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലാവുന്ന സാധനമാണ്. അമേരിക്ക ആയിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും മനസ്സിലായല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാകുന്നൊരു സാധനമാണ്. പിന്നെ പറയുന്നു ഇൻ്റർചേഞ്ചബിലിറ്റിൻ്റെ ഒരു സാധ്യത കൂട്ടുന്നു. പിന്നെ സേഫ്റ്റി കൂട്ടുന്നു. ഇപ്പോൾ PPE കിറ്റ് അല്ലെങ്കിൽ നമ്മുടെ 2 വീലറിൻ്റെ ഹെൽമെറ്റ്
ഹെൽമെറ്റിന് ISI മുദ്ര ഉണ്ടാവണമെന്ന് പറയുന്നത് അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സേഫ്റ്റി കൂടുതലുള്ളതെന്നാണ് നമ്മൾ അർത്ഥപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ്സ് ആവശ്യമാണ്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒഴിവാക്കാൻ സ്റ്റാൻഡേർഡ് ആവശ്യമാണ്. പിന്നെ ഇപ്പം ഗോൾഡിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ഉണ്ട്. BSI ഉള്ള ഗോൾഡ് നോക്കി വാങ്ങണമെന്ന് പറഞ്ഞ കാര്യം അത് ഈ പറഞ്ഞ 916 എന്ന് പറയുന്ന ഒരു റേഷ്യോ, 916 അർത്ഥം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ സ്വർണ്ണത്തിൻ്റെ 91.6% സ്വർണ്ണവും ബാക്കി കോപ്പറാണെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം ഈ 916 എന്ന് പറയുന്നത് സത്യമാണെന്ന് ആര് സർട്ടിഫൈ ചെയ്യുന്നതാണ്? BSI സർട്ടിഫൈ ചെയ്ത് ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യ ആണ് അവർ സർട്ടിഫൈ ചെയ്യുമ്പോഴാണ് BSI ഹോൾമാർക്ക് വരുന്നത്. ഈ ഹോൾമാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പറയുന്ന സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ കുറേ കൂടെ എളുപ്പമാവും. പിന്നെ നമുക്ക് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിനൊക്കെ ഉപകാരപ്പെടും. കാര്യം ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫയിങ് ഏജൻസി നമ്മുടെ സാധനം കൊള്ളാമെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്കതിനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലേ? ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അക്സെപ്റ്റബിൾ ആവും എന്നുള്ള കാര്യം. അപ്പം ബേസിക്കലി ഇതേപോലെ അപ്പം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് നമ്മുടെ ISI മുദ്ര പോലുള്ള സ്റ്റാൻഡേർഡുകൾ വന്നാലുള്ള ഗുണം, വിശ്വാസ്യത കൂടുന്നു, അതെന്ത് ടൈപ്പ് സാധനമാണെന്നൊക്കെ ഒരു ഉറപ്പ് കിട്ടുന്നു, കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടാവണം. എന്തിനാണ് സ്റ്റാൻഡേർഡൈസേഷൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ കോഡിഫിക്കേഷൻ എന്താണ്? കോഡിഫിക്കേഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് ഈ ചോദ്യം പറയുന്നത്. കഥ പലതും പറയുന്നുണ്ടെങ്കിലും കോഡിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഈച്ച് ഐറ്റം ബൈ എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് ദ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ് ആൻഡ് ദ ടൈപ്പ് ഡയമെൻഷൻസ് ഓഫ് ദി ഐറ്റം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം പാൻ കാർഡ് നമ്പർ, അതൊക്കെ പാൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക GST രജിസ്ട്രേഷൻ നമ്പർ, ഇതെല്ലാം ഒരു കോഡാണ്. എല്ലാം പോട്ടെ, നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ? നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിൽ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടോ? ആ നമ്പർ ശ്രദ്ധിച്ചാൽ അറിയാം. ആ നമ്പറിന് നമുക്ക് പല പാർട്ടുകൾ, ഇപ്പോൾ 15, 90, 20, 22 എന്നൊക്കെ പറഞ്ഞ് കാണാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്തായിരിക്കും? നിങ്ങളുടെ കോളേജ് ഏതാണെന്ന് കാണിക്കുന്നതായിരിക്കും. സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഏത് ഇയറിൽ പഠിക്കുന്നതെന്നായിരിക്കും. അടുത്ത പാർട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, അതിലേത് സ്പെഷ്യലൈസേഷനാണ്. അങ്ങനെ ഒരൊറ്റ കോഡ് കൊണ്ട് നിങ്ങൾ ഇൻഡിവിജ്വലി തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതേപോലെയാണ് നമ്മുടെ ബുക്കിൻ്റെ ബാക്കി കാണുന്ന ബാർ കോഡ് ഉണ്ടല്ലോ, അതിൽ ഏത് രാജ്യത്തുള്ളതാണ്, ഏത് പബ്ലിഷറിൻ്റെയാണ്, അങ്ങനെ ഓരോ നമ്പറിന് ഓരോ റെപ്രസെൻറ്റേഷനുള്ള. ഇങ്ങനെ നമ്മൾ ഐറ്റംസിനെ തിരിച്ചറിയുന്നതിനാണ് കോഡിഫിക്കേഷൻ. അങ്ങനെ കോഡ് കൊടുക്കുന്ന പ്രോസസ്സിനാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് സ്വന്തമായിട്ട് കൈന്നിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പിന്നെ മെറ്റീരിയൽ പറയുന്നത് നോക്കാം. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കോഡിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആക്യുറേറ്റ് ആൻഡ് ലോജിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ. ഒരാളല്ലെങ്കിൽ ഒരു സാധനത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ആ കോഡ് ഉണ്ടെങ്കിൽ. അവിടെ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുക. കാര്യം എന്താണ്ട് ഓരോന്നിനും ഇൻഡിവിജ്വലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോഡുകൾ വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഒരു അനുഭവം ഉണ്ടായതുള്ളൂ. എൻ്റെ ഒരു ബുക്കിൻ്റെ കോഡ് ഞാൻ ഒരിടത്ത് എൻ്റർ ചെയ്തു. ഓക്കെ. ആ കോഡ് ഞാനിപ്പോൾ ഓരോ ബുക്കിനും ഓരോ കോഡ് കൊടുക്കുകയാണ്. അപ്പം സെമസ്റ്റർ 3യിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ബുക്ക്, സെമസ്റ്റർ 3 മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് ബുക്ക്, സെമസ്റ്റർ 3 മാനേജ്മെൻറ്റ് തേർഡ് ബുക്ക്, അങ്ങനെ ഞാനിങ്ങനെ ഈ നമ്പർ മാത്രം മാറ്റി ഇങ്ങനെ കോഡിട്ട് പോകുമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഏതോ ഒരു ബുക്കിന് സെമസ്റ്റർ 3 മാനേജ്മെൻറ്റ് തേർഡ് ബുക്കെന്ന് കൊടുത്തിട്ട് തൊട്ടടുത്ത ബുക്കിന് സെമസ്റ്റർ 3 മാനേജ്മെൻറ്റ് തേർഡ് ബുക്കെന്ന് കൊടുത്തപ്പോൾ എൻ്റെ സിസ്റ്റം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഇത് വേറൊരു ബുക്കിന് നീ കൊടുത്ത കോഡാണ്, അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് പറ്റി? ഓരോന്നിനും ഇൻഡിവിജ്വൽ നമ്പറേ കൊടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് എനിക്ക് ഡ്യൂപ്ലിക്കേഷൻ ഇല്ലയെന്ന് ഉറപ്പാക്കാൻ പറ്റും. സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ വെറൈറ്റീസ്. മുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. നമ്മൾ ഒരു സ്ട്രീമിൻ്റെ അകത്ത് ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു ഇൻഡിവിജ്വലി. ഈ വെറൈറ്റികൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സഹായിക്കുന്നു? ഈ പറഞ്ഞ കോഡ് കൊടുക്കുന്ന പരിപാടി സഹായിക്കുന്നു. പർച്ചേസിങ്ങിൻ്റെ സമയത്തായിരുന്നാലും നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അക്കൗണ്ടിങ്ങിൻ്റെ അകത്തായിരുന്നാലും നിങ്ങൾ ബില്ലടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബില്ലടിക്കുമ്പോൾ ഫുൾ പ്രൊഡക്റ്റിൻ്റെ പേര് പറഞ്ഞല്ല അവർ ബില്ലടിക്കുന്നത്. ഈ കോഡുകൾ വെച്ചിട്ടാണ് അവർ നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ മാർജിൻ ഫ്രീയിലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കോഡുകൾ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ചെയ്യുന്നത്. പിന്നെ ഈ കോഡിൻ്റെ അകത്ത് ലൊക്കേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം മാർജിൻ ഫ്രീയിലൊക്കെ വേണമെങ്കിൽ അവർ എന്ത് ചെയ്യുന്നറിയാമോ?
ഏത് ഷെൽഫിലാണ് ഇരിക്കുന്നത്, ഏത് റോയിലായിരിക്കുന്നത് എന്നൊക്കെ ആ കോഡിൻ്റെ അകത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ കോഡുകൾ കൊടുക്കാറുണ്ട്. പിന്നെ കമ്പ്യൂട്ടറൈസേഷന് എളുപ്പമാണ്, അത് ഈ പറഞ്ഞ പോലെ ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ബേസിക് ഐഡിയ ഇതാണ്, എന്താണ് ഓരോന്നേ ഇൻഡിവിജ്വലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഷോർട്ട് നോട്ടായിട്ട് വേസ്റ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ നോക്കാം എന്താ പറയുന്നതെന്ന്. ഓക്കെ, ഇതാണ് സംഭവം. വേസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് ഇൻപുട്ട്. നമ്മൾ എന്തോ ഒരു പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് എന്തോ വേസ്റ്റ് ഉണ്ടാവും, വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് 100 കിലോ ഇൻപുട്ട് ചെയ്തപ്പോൾ ഒരു കിലോ എന്ത് വന്നു, വേസ്റ്റ് വന്നു. അപ്പോൾ അതാണ് 1:100 എന്നുള്ളതാണ് വേസ്റ്റിൻ്റെ ഇതിൻ്റെ റേഷ്യോ. ഇതിനാണ് ആ ഒരു പ്രോസസ്സിൻ്റെ വേസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് പ്രൊഡക്ടിവിറ്റി വരുന്നത്. ഇവിടെ വേസ്റ്റ് വെച്ച സ്ഥലത്ത് എന്ത് വരണം, ഔട്ട്പുട്ട് വരണം. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 100 കിലോ ഇൻപുട്ട് കൊടുത്തു, അതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ 99 കിലോ എന്ത് വരും, ഔട്ട്പുട്ട് വരും. അപ്പോൾ അതിനർത്ഥം എന്താണ്, വേസ്റ്റിവിറ്റി പ്ലസ് പ്രൊഡക്ടിവിറ്റീൻ്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. നമ്മൾ കോമൺ ആയിട്ട് ഇൻപുട്ട് കൊടുത്തു, രണ്ടിലും കൊടുത്ത ഇൻപുട്ട് സെയിം ആണല്ലോ. ഇപ്പം 90% പ്രൊഡക്റ്റായിട്ട് വെളിയിൽ വന്നു എന്ന് വെച്ചാൽ ഒരു 10% വേസ്റ്റ് ആയതാണ്. അപ്പോൾ 90 + 1 100, ഇത് 100 തന്നെ വരും, ആൻസർ 1 ആയിരിക്കും. അതും കൂടെ ഒന്ന് എഴുതി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, വേസ്റ്റിവിറ്റി പ്ലസ് പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു 1, അതാണ് ആ ബന്ധം. അപ്പോൾ ആ ഒരു റേഷ്യോ ആണ് വേസ്റ്റിവിറ്റി. എന്ത് റേഷ്യോ കാണിക്കുന്നത്, നമ്മളെ ഒരു പ്രൊഡക്ഷനിൽ നിന്നുണ്ടായ വേസ്റ്റിൻ്റെയും ഇൻപുട്ടിൻ്റെയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും തമ്മിലുള്ള റിലേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യനാണ് വെൻഡർ വാല്യുവേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് മെറ്റീരിയൽ എന്ത് പറയുന്നത് നോക്കാം. വെൻഡർ ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് സാധനങ്ങൾ തരുന്ന സപ്ലയേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അവർ തരുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അവർ തരുന്നത് ടൈംലി ആയിട്ട് അവർ സാധനം എത്തിക്കുന്നുണ്ടോ, അങ്ങനെ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മളെ ബാധിക്കുന്നുണ്ടോ അതെല്ലാം വെച്ച് നമ്മൾ ആര് ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്നതിന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് വെൻഡർ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അവരെ നമ്മൾ റേറ്റിംഗ് ചെയ്യുന്നതിനാണ് വെൻഡർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വെൻഡർ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ വെൻഡേഴ്സ് തരുന്നതനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് നമ്മൾ അവർക്ക് റേറ്റ് ചെയ്യും. നമ്മൾ ആപ്പിന് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോട്ടലിന് റേറ്റിംഗ് കൊടുക്കും പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻഡേഴ്സിന് ഒരു റേറ്റിംഗ് കൊടുക്കുന്നു. അവർ ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ തന്നെ പറയാം, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് പല ഓപ്ഷൻസ് കാണാം അല്ലേ. ഇപ്പോൾ നമുക്ക് എടുക്കേണ്ട ഒരു റോ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ കാണാം. എന്നാൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ കാണാം, വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാർ കാണാം. ഇങ്ങനെ നമ്മൾ തരംതിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെൻഡേഴ്സിനെ കാണുന്നത്, നമുക്ക് വേറെ ഏതോ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്ന ക്ലയൻറ്റ് ഒരു പ്രീമിയം ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല, ഏറ്റവും നല്ല സാധനം തരുന്ന വെൻഡറിനെ മീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് കാണും, ഇതേപോലെ പ്രീമിയം ക്ലയൻ്റാണ് എനിക്ക് വരുന്നതെങ്കിൽ ആരെ പോയി കാണണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെൻഡർ ഇവാലുവേഷനിലൂടെ വെൻഡർ റേറ്റിംഗും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഒരുപാട് കഥ താഴോട്ട് പറയുന്നുണ്ട്, ഇത്രയും വലിയ രീതിക്കൊന്നും ചിന്തിക്കേണ്ട, ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജൂൺ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ഞാൻ കണ്ടു. ഇതാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞതാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. പിന്നെ വേറെ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഇതൊക്കെ നടക്കുന്നു. വാട്ട് ആർ ദ കോമൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിങ്, പിന്നെ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻ ദ പർച്ചേസിങ് ഫംഗ്ഷൻ വിച്ച് റിക്വയർ ഹൈ കൺസിഡറേഷൻ ഫോർ ലീഗൽ ആസ്പെക്റ്റ്. അപ്പോൾ പർച്ചേസിങ് എന്ന് പറയുന്ന പരിപാടിക്കകത്തുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആണെന്നാണ് ചോദിച്ചേക്ക്. നോക്കാം. പർച്ചേസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മെറ്റീരിയൽ പറയുന്നു. ഇതാണ് ഒരു പർച്ചേസിങ് പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയാൽ ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ്, റിക്വസിഷൻ ഓഫ് അസസ് ദ നീഡ്. ഓക്കെ, നമ്മൾ ആദ്യം എന്തൊക്കെ വേണമെന്നുള്ള നമുക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സോഴ്സസ് ഓഫ് സപ്ലൈ, എവിടെ നിന്നൊക്കെ സാധനം എടുക്കാൻ പറ്റും എന്ന് നോക്കുന്നു. എന്നിട്ട് എപ്പോൾ നമുക്ക് സാധനം കിട്ടണം, എന്ത് പ്രൈസിന് കിട്ടണം, എന്ത് ക്വാളിറ്റി എന്ത് ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കുന്നു.
പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഓർഡറിനെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഓർഡർ റിസീവ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് വാങ്ങുന്നു, ഇൻവോയ്സും ഓർഡറും കറക്റ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഈ ഓർഡർ ഇൻവോയ്സ് പറഞ്ഞേക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ക്വാളിറ്റിയിലായിരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ട നടപടി എടുക്കാമെന്നുള്ള, ഒന്നുകിൽ തിരിച്ചയക്കുക, അല്ലെങ്കിൽ മാറ്റി തരാൻ പറയുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിക്കുന്നു. ഈ റെക്കോർഡ് ഇത് വന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, കുറച്ച് സ്റ്റോക്ക് കിട്ടിയതായിട്ട്. ഇതാണ് ഒരു കോമൺ പ്രൊസീജിയർ ഓഫ് പർച്ചേസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്വസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കി സപ്ലയേഴ്സിനെ മീറ്റ് ചെയ്യുന്നു, നമുക്ക് വേണ്ട ക്വാളിറ്റി കാര്യങ്ങളെല്ലാം സപ്ലയേഴ്സിനെ അറിയിക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, സാധനം എത്തിയാൽ ഇൻവോയ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചയക്കുന്നു അല്ലെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നു, ഒറ്റവാക്കി പറയാം. ഓക്കെ, വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുന്നു. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റിന് വേണ്ടി അക്കൗണ്ട്സിലേക്ക് അയക്കുന്നു. ഈ ഒരു പ്രൊസീജിയർ മനസ്സിലുണ്ടാവട്ടെ. ഇതാണ് ഒരു ബേസിക് പ്രൊസീജിയർ ഓഫ് പർച്ചേസിങ് എന്ന് പറയുന്നത്. പർച്ചേസിൻ്റെ അകത്ത് എന്തൊക്കെ ഫോംസ് വരും എന്നുള്ളതാണ്. പർച്ചേസിൻ്റെ റിക്വയർമെൻറ്റ് അറിയിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും കേട്ടോ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, വേറെ ആൾക്കാരായിക്കോട്ടെ, ഇപ്പോൾ ഓഫീസായിരുന്നാൽ പോലെ അവർക്ക് എന്താണ് ചില സ്റ്റേഷനറി പർച്ചേസ് ചെയ്യേണ്ടി വരും. അവരെല്ലാം അവരുടെ റിക്വയർമെൻറ്റുകൾ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോമാണ് ഈ പറഞ്ഞ പർച്ചേസ് റിക്വസിഷൻ ഫോം. ഇവർ അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊട്ടേഷൻ കൊടുക്കുന്നത്. വെളിയിൽ കൊട്ടേഷൻ ആരൊക്കെയാണോ എടുക്കുന്നത് അവർക്ക് ഓർഡർ കൊടുക്കുന്നു, ഓർഡർ കൊടുത്ത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. ഇത് അതിന് വേണ്ടി വരുന്ന റെക്കോർഡുകളാണ്. പർച്ചേസ് എന്തൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ലോഗ് കാണും. ലോഗ് ഇൻ ദി സെൻസ് ഒരു ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തു. ഓപ്പൺ ഓർഡർ ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫയൽ കാണും. നമുക്ക് കിട്ടിയ ഓർഡേഴ്സിനെ, ഇതൊക്കെ ഒരു പഴയ സിസ്റ്റമാണ് കേട്ടോ. പലരും നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നാൽ പോലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതാണ് ഒരു പഴയ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ആരാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അവരുടെ റെക്കോർഡ് കാണും. വരുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങൾ കാണും. നമ്മൾ ഈ ഇത് കൊടുക്കില്ല, കൊട്ടേഷൻ കൊടുത്ത് കോൺട്രാക്റ്റ് ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പർച്ചേസായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ രേഖകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കയ്യിൽ വയ്ക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ്. ഇത്രയും ബേസിക് ആയിട്ടൊന്നും അതിൻ്റെ അകത്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2023 ഇൻവെൻട്രി കൺട്രോൾ ഓഫ് സ്ലോ മൂവിങ് ഐറ്റംസ്. അപ്പോൾ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് ഒരുപാടുണ്ട്. അപ്പോൾ സ്ലോ മൂവിങ് ഐറ്റം ആണെങ്കിൽ, അതായത് അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ് ചോദിച്ചേക്ക്. നമുക്ക് നോക്കാം. ഇൻവെൻട്രി കൺട്രോളിൻ്റെ സ്ലോ മൂവിങ് ഐറ്റം എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്ലോ മൂവിങ് ഐറ്റം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഷെൽഫ് ലൈഫ് വളരെ കൂടുതലുള്ളതും എന്നാൽ വളരെ കുറച്ച് മൂവ്മെൻറ്റ് ഉള്ള ഐറ്റം. അപ്പോൾ ഡെയിലി എടുത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കത്തില്ല. അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇൻവെൻട്രി എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും സ്പെയർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് വാങ്ങിച്ച് വയ്ക്കുന്നുള്ളൂ. വെറുതെ വാങ്ങിച്ച് നമ്മുടെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. മനസ്സിലായില്ല? അപ്പം വലിയ സ്പെയർ പാർട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മാത്രമേ വാങ്ങിച്ച് വയ്ക്കൂ എന്നുള്ളതൊരു നടപടിയാണ്. ചില സാധനങ്ങൾക്ക് എന്തുണ്ടാവും, നമുക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വാണിംഗ് കിട്ടും അല്ലേ. ഇപ്പം ഈ പ്രിൻ്റർ ഉപയോഗിക്കുന്നവർക്കറിയാം, പ്രിൻ്ററിൻ്റെ അകത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു ഗാഡ്ജറ്റ്, ഈ സാധനം തീരാറാകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ വരുന്ന പ്രിൻ്റിൻ്റെ അകത്ത് നടുക്കി കൂടി ഒരു വരയൊക്കെ വരുന്ന പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടുന്ന ഒരു സ്പെയർ പാർട്ടാണെന്നുണ്ടെങ്കിൽ ആ സൂചന കിട്ടി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓർഡർ പ്ലേസ് ചെയ്താൽ മതി. എന്നാൽ അങ്ങനെയും കിട്ടാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോക്ക് തീരുന്നതിന് 1-2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 1-2 ആഴ്ച മുമ്പ് വാങ്ങിച്ചേക്കും. ഇതൊക്കെ വെറുതെ അവർ ഒരു ഇത് പറയുന്നതിന്, ഒരു എന്താ പറയുക, ഉപദേശം തരുന്ന പോലെ പറയുന്നുണ്ട്. അല്ലാതെ കൃത്യം ഇങ്ങനെ എല്ലാവരും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇതായിരിക്കും ഉത്തമം എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പം നമുക്ക് അധികം ഉപയോഗമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ അതിനെ പിന്നെ നിങ്ങൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന്, റീപ്ലേസ്മെൻറ്റ് സമയത്ത് മാത്രം ആവശ്യം വരുന്നത് എങ്കിൽ അപ്പം മാത്രം വാങ്ങിച്ചാൽ മതി. റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വാങ്ങേണ്ട സമയമാകുമ്പോൾ നമുക്ക് വാണിംഗ് കിട്ടുന്നതെങ്കിൽ വാണിംഗ് കിട്ടുമ്പോൾ വാങ്ങിച്ചാൽ മതി. എന്നാൽ വാണിംഗ് കിട്ടാത്തതാണെങ്കിൽ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ 1-2 ദിവസം മുമ്പോ
ആഴ്ച മുമ്പോ വല്ലതും ഒക്കെ വാങ്ങിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഉപദേശം തരുന്ന പോലെ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ കൃത്യം ഒരു സാധനമല്ല. സ്റ്റിൽ ഒരു ആൻസർ ലെറ്റർ കയ്യിലുണ്ടാവട്ടെ. ഓക്കെ, ജൂൺ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടത് കോഡിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, കോഡിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ചെയ്യാം, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നൊക്കെ ഉള്ളത്. ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഈ കോംപ്ലിമെൻ്ററി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേസ്റ്റ് ആൻഡ് അത് നമ്മൾ നോക്കിയതാണ് ഒരിക്കൽ. പിന്നെ അതാ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്താണ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് മൂന്നും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാൻ ഒരുപാട് വഴികൾ കാണും. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് മെറ്റീരിയൽ പറയുന്നു. റോ മെറ്റീരിയൽ നേച്ചർ നോക്കിയിട്ട് റോ മെറ്റീരിയൽ ആണോ, മെഷീനറി ആണോ, കൺസ്യൂമബിൾ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഈ ബേസിസ് മാറുമ്പോൾ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരും കേട്ടോ. പിന്നെ യൂസബിലിറ്റി നോക്കിയിട്ട് പിന്നെ സർവീസബിൾ, അൺസർവീസബിൾ, ഒബ്സല്യൂട്ട് ഐറ്റം എന്ന് പറയും. സർവീസബിൾ മീൻസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഉപയോഗിക്കാൻ പറ്റാത്തത്. ഒബ്സല്യൂട്ട് മീൻസ് ഔട്ട്ഡേറ്റ് ആയിപ്പോയ സാധനം. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സ്ലോ മൂവിങ് ഗുഡ്സ് ആണോ, ഫാസ്റ്റ് മൂവിങ് ആണോ, അങ്ങനെ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേമബിൾ ആണോ, ഇൻഫ്ലേമബിൾ അല്ലാത്തയാണോ, ഫ്യൂവലാണോ, ഫ്യൂവൽ അല്ലാത്തയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതൊരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. പിന്നെ ചോദിച്ചിട്ടുള്ളത് മെറ്റീരിയൽ മാനേജ്മെൻ്റ് ആണല്ലേ. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ചൊരു ഉത്തരം പറയുന്നില്ല. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാം. എങ്ങനെയാണ് മെറ്റീരിയൽ മാനേജ് ചെയ്യുന്നത്, എഫിഷ്യൻ്റായിട്ട് ഇൻവെൻട്രി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പർച്ചേസ് പ്രോപ്പറായിട്ട് നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുക, എല്ലാം എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, നമ്മുടെ മെറ്റീരിയൽ, നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ മാനേജ് ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നാലും എന്താണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമുക്ക് ഗൂഗിളിൽ നോക്കാം. ഗൂഗിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ദാറ്റ് കോർഡിനേറ്റ്സ് പ്ലാനിങ്, സോഴ്സിങ്, പർച്ചേസിങ്, മൂവ്മെൻറ്റ്, സ്റ്റോറേജ്, കൺട്രോൾ. കണ്ടില്ലേ എങ്ങനെ ഇത് വാങ്ങണം, പർച്ചേസിനുള്ള പ്ലാൻ ചെയ്യുക, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയായിരിക്കും, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്നൊരു പരിപാടി. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവട്ടെ. നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോഴാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാവുക. ഓക്കെ, ഫൈനലി ഡിസംബർ 2024 ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ റൂറൽ ഏരിയ ക്രിട്ടിക്കൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം IOW മോഡൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് വേസ്റ്റ് മോഡൽ. നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അകത്ത് വരുന്നൊരു സാധനമാണ്. നമുക്ക് നോക്കാം എന്താണ് മെറ്റീരിയൽ പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേസ്റ്റ് മോഡൽ പറയുന്നത്. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എത്ര നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു, പ്ലസ് എത്ര നമുക്ക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നു. ഇതിലേക്കാണ് എന്ത് കൺസ്ട്രെയിൻ ചെയ്യുന്നത്, എന്ത് ലിമിറ്റ് ചെയ്യുന്നത്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നത് എന്നാണിത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റീസൈക്ലിംഗ് പോലത്തെ പരിപാടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിലേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാൻ നിൽക്കേണ്ട. ബേസിക് ഐഡിയ മനസ്സിലാക്കുക. നമുക്ക് എന്തറിയണം, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും റിസോഴ്സ് ഇൻപുട്ട് പ്ലസ് റീസൈക്കിൾഡ് വേസ്റ്റ് ആയിരിക്കണം. അല്ലാതെ ഈ പറയുന്ന പോലെ വേസ്റ്റേജ് കൂടുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി പറയുന്നത്. ആ ഒരു റിലേഷനാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റിസോഴ്സിൻ്റെ അകത്ത് നിന്ന് ഇൻപുട്ടിന് എത്രമാത്രം ഔട്ട്പുട്ടായിട്ട് വരുന്നു, എത്ര വേസ്റ്റായിട്ട് പോകുന്നു എന്നുള്ള റിലേഷനാണ് പറയുന്നത്. ഓക്കെ, വായിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല എന്നുള്ളത് സത്യാവസ്ഥ. ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ ഒരു റിലേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മോഡലാണ്. നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഐഡിയ വെച്ച് പോകണം എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മൾ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇത്ര ഇൻപുട്ട് കൊടുത്തു, ഇത്ര ഔട്ട്പുട്ട് കൊടുത്തു എന്ന് മാത്രം പറയാതെ ഇത്ര ഇൻപുട്ട് കൊടുത്തു, ഇത്ര ഔട്ട്പുട്ടും ഇത്ര വേസ്റ്റേജും വന്നു എന്നും കൂടെ പറയുക. കാര്യം വേസ്റ്റേജ് അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പോകുമ്പോൾ നമ്മളൊക്കെ അതൊരു ഇതാകും. നമ്മൾ വെറുതെ പറയാതെ വിടുന്നതിനേക്കാളും പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓക്കെ ഇത്ര വേസ്റ്റേജ് ഉണ്ടായി, നമ്മൾ അടുത്ത പ്രാവശ്യം അത് കുറയ്ക്കണം. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് മാത്രം പോരാ, വേസ്റ്റേജും കൂടെ അതേപോലെ റിപ്പോർട്ട് ചെയ്ത് പോകണം എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു മോഡൽ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്ക് നോക്കുമ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പലതും ക്വസ്റ്റ്യൻ വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, പഠിച്ചിൽ പറ്റുക നാളൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം.
പിന്നെ ഉള്ളത് പർച്ചേസിങ്ങിൻ്റെ ഇത്, പിന്നെ കോഡിഫിക്കേഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ പലതും ഞാൻ പറഞ്ഞതാണ്. ഒന്ന് നോക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാൻ നാളെ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.